ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷനൊന്നും പങ്കെടുത്തിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രം. ആ പങ്കെടുക്കുന്നത് തന്നെ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ്. അന്നൊക്കെ ഞാൻ എൻ്റെ ടെൻഷനെ കുറിച്ച് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. നമ്മളെപ്പോലെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഉണ്ടാവുമോ എന്നൊന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. ഇന്നിപ്പോൾ ജുഗ്നുവിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ അവന് ടെൻഷനില്ല, ബട്ട് ചെറുതായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്നൊരു സംശയം. അത് വിൻ ചെയ്യുമോ എന്നൊന്നും ഓർത്തിട്ടല്ല കേട്ടോ. അവന് നല്ല പനിയുണ്ട്, പാരസിറ്റമോൾ കൊടുത്ത് നിർത്തിയിരിക്കുക. അവന് വയ്യാതാവോ, നല്ലോണം ചെയ്യാൻ പറ്റില്ലാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ടെൻഷൻ. ദാറ്റ്സ് നോർമൽ അല്ലേ? എന്തായാലും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങി. അവന്റെ സ്കൂളിലല്ല, വേറൊരു സ്കൂളിൽ വെച്ചിട്ടാണ് കേട്ടോ. ഏകദേശം 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. ഗൂഗിൾ മാപ്പ് സെറ്റ്, നമ്മൾ എത്തി. അവിടെ എത്തിയപ്പം അവരുടെ സെലിബ്രേഷൻ മൂഡും മാർച്ച് പാസ്റ്റും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ സ്കൂളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എന്നാലും സത്യം പറയട്ടെ, അത്രയ്ക്ക് മിസ്സിങ് ഫീൽ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ സ്കൂളിലെ പോലെ ഒന്നല്ല, അടിപൊളിയാണ്. കുറച്ചുകൂടെ രസമുണ്ട്. പിന്നെ പിള്ളേരൊക്കെ കുറച്ചുകൂടെ മെച്ചുവർഡ് ആയ പോലെ തോന്നുന്നു, നമ്മുടെ കാലത്തെ പോലെ ഒന്നും. എന്തായാലും കോമ്പറ്റീഷൻ നമ്മൾ വിൻ ചെയ്തില്ല, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല കേട്ടോ. അവൻ ഉഷാറായിട്ടായിരുന്നു, നമുക്ക് അത് മതി. അവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ടോയ് നിർബന്ധം. അങ്ങനെ അവൻ പറഞ്ഞൊരു ടോയും വാങ്ങി നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അവർക്ക് കൊടുത്തിട്ടുള്ള ഗുഡി ബാഗിൽ ചെറുതായിട്ട് റീഫ്രഷ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൻ അതൊക്കെ കുടിച്ച് സെറ്റായി. പിന്നെ അത്രയും നേരം വായി നോക്കി നിന്ന ഞാൻ കാറിന്റെ അടുത്തെത്തിയപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള അതിയായ ആഗ്രഹത്തിൽ തിരിച്ച് സ്കൂളിൽ പോയി. അങ്ങനെ എല്ലാം സെറ്റാക്കി തിരിച്ചു വന്നു. കാരണം ചെറുതായിട്ട് എന്തോ പ്രോബ്ലം, ഒന്നുമില്ല, ചെറിയൊരു എൻജിൻ പ്രോബ്ലം. സോ നമ്മൾ നേരെ സർവീസിന് കൊടുത്തു. അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് കളമശ്ശേരിയിലുള്ള ആര്യാസിൽ വന്നു. അപ്പത്തിനും ജുനുവിന് ക്ഷീണമായി തുടങ്ങിട്ടോ. അവനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ബിരിയാണി, സൂര്യചേട്ടൻ ഫ്രൈഡ് റൈസ് പറഞ്ഞു, ഒരു പനീറും പറഞ്ഞു. പറയാതിരിക്കാൻ വയ്യ, ഫുഡ് നല്ലതായിരുന്നു കേട്ടോ. കാറിന് വയ്യാത്തോണ്ട് പാടൂർ വരെ പ്ലാൻ ചെയ്തിരുന്ന യാത്ര പകുതി ഇല്ലത്ത് വെച്ച് അവസാനിപ്പിച്ചു. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.